Hey, what's up everyone? Hope you all are doing great. നമ്മുടെ സെക്കൻഡ് വീഡിയോ സീരീസ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കണേ. ആൻഡ് ദ സീരീസ് വിൽ ബി ഹെൽഡ് ഇൻ മദ്രി. കറക്റ്റാണ്, നമ്മൾ മദ്രയ്ക്ക് പോവാണ്. മദ്രയ്ക്ക് പോവാ മേക്ക് മോർ ആൻഡ് മോർ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തിക്കുക. ഇത് മാത്രമാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് ഞാൻ പ്ലാൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 day ട്രിപ്പാണ്. മാക്സിമം 2 ദിവസം കൊണ്ട് കുറേ കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, കുറേ വീഡിയോസുകൾ ഇതാക്കുക. റോ പ്ലേസസ്, റോ മെമ്മറീസ്, റോ പീപ്പിൾസ്, റോ എക്സ്പീരിയൻസ്. ഉദ്ദേശിക്കുന്നത് ഫുഡ് ബ്ലോഗ് ഉണ്ടാവും. ബേസിക്കലി ഫുഡ് ബ്ലോഗ് ഞാൻ പറയുന്നില്ല, ഞാൻ കുറച്ച് ഫുഡുകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങളുടെ അടുത്തോട്ടേക്ക് എത്തിക്കാം. അവരുടെ ആൾക്കാരുടെ സിറ്റുവേഷൻസും അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീക്കണേ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് മേ ബി നമ്മൾ കുറച്ച് ബിസിനസ്സുകളുമായിട്ട് സംസാരിക്കുക, അവിടെ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുക. പിന്നെ മധുരൈ മീനാക്ഷി കോവിലിൽ പോയി അമ്പലത്തിൽ കയറാൻ പറ്റത്തുണ്ടാവില്ല, അമ്പലത്തിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ കുറച്ച് നല്ല നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക, അത്രേ ഉള്ളൂ ഉദ്ദേശം. നേരെ ക്യാമറ എടുക്കുന്നു, പോകുന്നു, 2 ദിവസം അവിടെ പോയി ചില്ല് ചെയ്യുന്നു. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡേയ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. ആൻഡ് വേറൊരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ആൻഡ് ഈ വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീഡിയ കരിയറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് വീഡിയോസ് ആയിരിക്കും. ബിക്കോസ് ലാസ്റ്റ് 6 വീഡിയോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചാനലും കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കണ്ടിന്യൂറ്റീവ് പ്രോസസ്സ് എനിക്ക് തന്നെ ഉണ്ടാവാൻ വേണ്ടി എനിക്ക് വേണ്ടി എടുത്തൊരു പേഴ്സണൽ ഗോളാണ്. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതാണ്. ഇത് ശരിക്കും എൻ്റെ ഒരു കാലിബർ മാക്സിമം പുഷ് ചെയ്തതായിരിക്കും. എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ അതൊരു iPhone 11 ആണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു GoPro 9 ഉണ്ടാകും. GoPro 9-ന് 3 എക്സ്റ്റേണൽ ബാറ്ററി ഉണ്ടാവും. ഒരു ബാറ്ററി കുറച്ച് വീക്കാണ്, 2 ബാറ്ററി വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും എൻ്റെ എക്യുപ്മെൻറ്റ്സ്. പിന്നെ ഒരു ആപ്പ് എടുക്കുന്നുണ്ട് നമുക്ക് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യണം. ഒബ്വിയസ്ലി ഐ ഡോണ്ട് ഹാവ് ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഫോർ ദാറ്റ്. അപ്പം അത്ര എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൂ. പിന്നെ 2 ജോഡി ഡ്രസ്സ്. ആൻഡ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ പറയാം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ബ്രാൻഡ് പുഷ് ചെയ്യണം. ബ്രാൻഡ് പുഷ് ചെയ്ത് ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം കുറച്ച് ആൾക്കാരുടെ ഇടയിൽ. അതിനെനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആൻഡ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്കൊരു പേഴ്സണൽ കോൺടാക്റ്റ് ഇതുവരെ ഇല്ല. ആൻഡ് നിങ്ങളെക്കുറിച്ച് അറിയണമെന്ന്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും ഒബ്ജക്റ്റീവും അറിയണമെന്ന് എനിക്കുണ്ട്. അതിലൊരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് കോമൻറ്റ് ചെയ്യുക, നമുക്ക് അവിടെ പരിചയപ്പെടാം. ആൻഡ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ വന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറിയ ഷോർട്ട് ഫോം കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, ട്രാവൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് എനിവൺ കെയർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ബിക്കോസ് ഞാൻ ആരുമല്ല, ഐ എം നോട്ട് എ വെൽ നോൺ ഫേസ്, അത്ര സെറ്റായിട്ടുള്ളൊരു ക്രിയേറ്ററോ ഐ മീൻ നോബഡി. ബിക്കോസ് അപ്പോൾ അത് ആരെങ്കിലും കെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോട്ടേക്ക് പോകാം, നമുക്ക് എന്തെങ്കിലും ഡീലാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഐഡിയാസോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്നോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വരിക. ഓക്കെ, കാര്യങ്ങളൊന്നും വഴിതെറ്റി പോകുന്നില്ല. മൈ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ കോണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യുക, ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് റൈറ്റ് നൗ ഐ ആം ലിറ്ററലി 0 ഇൻ മൈ കരിയർ. ആൻഡ് ഞാൻ എങ്ങനെയാണ് ടു സംതിങ് ആകുന്നത് എന്നുള്ളൊരു ട്രാവലായിരിക്കും എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോണേ. ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് എന്നോടൊപ്പം തന്നെ അവരുടെ കരിയറും ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പറയുന്നുണ്ടാവും എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ടു മീ, അതാണ് ഇതാണ് മറ്റേതാണ്. ഭൂരിപക്ഷം ആൾക്കാരും ജസ്റ്റ് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയണേ എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ, നിങ്ങളൊരു തേർഡ് പേഴ്സണാണ്, നിങ്ങളൊരു ഫാമിലി ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെന്തെങ്കിലും ഇപ്പം എൻ്റെ ആസ് ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ, എനിക്കെന്തെങ്കിലും വളരെ വലിയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ
അവരൊരുപാട് സാക്രിഫൈസ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സാക്രിഫൈസ് ചെയ്ത് അവരുടെ കൂടെ എടുക്കും. അപ്പം റിയാലിറ്റി സ്പീക്കിംഗ് ഈ പറയുന്ന ആൾക്കാർ അങ്ങനെ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സിമ്പതി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എലമെൻറ്റ്സ് മാത്രമാണ്. പക്ഷേ ഒരുപാട് കാര്യമായിട്ട് അവരുടെ ഓഡിയൻസിനെ കാണുന്ന ആൾക്കാരുണ്ടാവും. അത് 100% ഉറപ്പാണ്. ആൻഡ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെനിക്ക് ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുറച്ച് കമ്പാനിയൻസ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ നിങ്ങളെ കണ്ടോട്ടെ എന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കൂടെ നിൽക്കുക. നിങ്ങളൊരിക്കലും റിഗ്രറ്റ് ഫീൽ ചെയ്തില്ല. വി ആർ ബിൽഡിങ് അവർ ബ്രാൻഡ്. യു ക്യാൻ ഓൾസോ ബിൽഡ് യുവർ ലൈഫ് ഓവർ ദെയർ. അപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ കോമൻ്റായിട്ട് വന്ന് ചെയ്യാം. ആ കമൻറ്റിനെ വന്ന് സംസാരിക്കാം. അതിനെ വെച്ച് സംസാരിക്കാനും അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യാനും വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമ്മളൊരു പ്രൊഡക്റ്റീവ് പ്ലാറ്റ്ഫോമായിട്ട് മൊത്തത്തിൽ പോകാം. ആൻഡ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഗുണങ്ങളുണ്ടാവും. അത് ചെറിയ രീതിയിലുള്ള ഗുണങ്ങളൊന്നും ആയിരിക്കത്തില്ല. വൺസ് നമ്മൾ ഡെവലപ്പായി കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞ് റീച്ച് ആയി കഴിഞ്ഞ് ഇൻകംസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അത് ലൈഫ് ലോങ് എനിക്ക് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ കൊണ്ടുനടക്കണ മീൻസ് മൊത്തത്തിൽ എൻ്റെ കയ്യിലുള്ള ആ ഒരു ടൈം വരെ, അതായത് ഞാൻ ഇന്ന് ക്വിറ്റ് ചെയ്യണ വരെ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് സിറ്റുവേഷൻസ് ആണ്. എപ്പോൾ എങ്ങനെ എന്തെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കൂടെ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലം എന്തായാലും ഉണ്ടാവും. ദാറ്റ്സ് ഓൾ മൈ ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അടുത്ത സീരീസ് എത്രയും പെട്ടെന്ന് തന്നെ വരും. ചിലപ്പോൾ 1-2 ദിവസം വീഡിയോയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ടൈമിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കോണ്ടന്റുകൾ കയറ്റി ഫില്ല് ചെയ്യാം. പിന്നെ കോണ്ടന്റുകൾ കയറ്റി ഫില്ല് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. എൻ്റെ പുറകിൽ മുന്നേ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. നാളെ ട്രിപ്പ് വരണ ദിവസം, അപ്പോൾ പാക്ക് ചെയ്യണം, പിന്നെ ഇറങ്ങിപ്പോകണം. അത്രേ ഉള്ളൂ. സോ മധുരൈ സീരീസ് നിങ്ങളെല്ലാവരും കണ്ട് മൂന്നാറിലെ 6 ദിവസത്തെ വീഡിയോ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ തന്നെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ഓഡിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് കയറി ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. വിട്ടുപോകാണ്ടിരിക്കാം. ഐ എം ഹാപ്പി. ഒരുപാട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ട അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളുണ്ടല്ലോ. താങ്ക് യു വെരി മച്ച്. ബൈ.